التنبيه الثاني: من شكر نعمة السنة والسلفية ألا تأخذ العلم إلا عن الموثوقين. روى الإمام مسلم في مقدمة عن محمد بن سيرين أنه قال: إن هذا العلم دين، إن هذا العلم دين، فانظروا عمن تأخذون دينكم. وما أكثر الذين يخطئون ويأخذون الدين من اليوتيوب، ومن رسائل تأتي من المجاهيل، بل بعضهم أطم وأسوأ، يأخذ العلم من بعض المبتدع وهو يعلم أنه مبتدع، ويأخذ العلم من بعض الضلالة، سواء كان صوفيا أو إخوانيا أو تبليغيا أو سروريا أو أشعريا، وهو يعلم أنه على ضلالة. قد يزيغه الله، والله قد يزيغه الله، ويحرمه هذه النعمة بعدم شكره لها وأن يأخذها من أي أحد. والله وتالله وبالله ما أكثر الذين انحرفوا عن السنة بسبب هذا. نسأل الله الهداية والاستقامة. അള്ളാഹു നമ്മെ ഈ വഴിയിലേക്ക് നടത്തി ഈ ഹിദായത്ത് അള്ളാഹു നമുക്ക് നൽകി എന്നതിനുള്ള ശുക്റിന്റെ ഭാഗമാണ്, അള്ളാഹുവിന് കാണിക്കുന്ന നന്ദിയുടെ ഭാഗമാണ്, നിർബന്ധമായ ശുക്റിന്റെ ഭാഗമാണ് നമുക്ക് സത്യത്തിന്റെ ആളുകളാണ് എന്ന് ബോധ്യമുള്ളവരിൽ നിന്ന് മാത്രം ദീൻ സ്വീകരിക്കുക, പഠിക്കുക എന്നത്. ഇമാം മുസ്ലിം തന്റെ സഹീഹിന്റെ മുഖദ്ദിമയിൽ മുഹമ്മദ് ബിൻ സീരീൻ എന്ന താബിഈൽ നിന്ന് ഉദ്ധരിച്ച അദ്ദേഹത്തിന്റെ വാക്യം നമുക്ക് കാണാം: ഇന്ന ഹാദൽ ഇൽമ ദീനുൻ ഫൻദുറു അമ്മൻ തഅഖുദൂന ദീനകും. ഈ ഇൽമ എന്ന് പറയുന്നത് ദീനാണ്, നിങ്ങൾ ഈ പഠിക്കുന്ന അറിവ് ഇത് ദീനാണ്. അതുകൊണ്ട് ആരിൽ നിന്നത് നിങ്ങൾ സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ നോക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്കൂ, ഇന്ന ആളുകൾ യൂട്യൂബിൽ നിന്ന്, അതുപോലെ അവർക്ക് വന്നു കിട്ടുന്ന മെസ്സേജുകളിൽ നിന്നും മറ്റും ആരെന്നറിയാത്ത, എന്താണ് സ്ഥിതി എന്നറിയാത്ത ആളുകളിൽ നിന്ന് ദീൻ കേൾക്കുന്നു, അറിവ് സ്വീകരിക്കുന്നു. അല്ല, അതിനേക്കാൾ അങ്ങേറ്റം മോശമാണ് ബിദ്അത്തിന്റെ ആളാണ് എന്ന് അറിവുള്ള ഒരു ഇഖ്വാനിയോ അല്ലെങ്കിൽ സുറൂരിയോ അശഅരിയോ ഇങ്ങനെയൊക്കെയുള്ള ബിദ്അത്തിന്റെ ആളുകളാണ് എന്ന് അവൻ അറിയാം, എന്നിട്ട് അറിവുണ്ടായിട്ടും അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് കേൾക്കാൻ, അവരുടെ സംസാരം കേൾക്കാൻ, അവരിൽ നിന്ന് അറിവ് സ്വീകരിക്കാൻ ചില ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നത് വളരെ വളരെ അപകടമാണ്. അള്ളാഹുവാണ് വല്ലാഹി ഇങ്ങനെ ഈ കാര്യം കൊണ്ട്, ഈ അള്ളാഹുവിന്റെ നിഅമത്തിന് നന്ദി കാണിച്ചില്ല എന്നതുകൊണ്ട്, ഈ കാരണം കൊണ്ട് അള്ളാഹു നമ്മുടെ ഹിദായത്ത് എടുത്ത് നീക്കിയേക്കാം, നമ്മെ അള്ളാഹു വഴികേടിലാക്കിയേക്കാം. എത്രയോ ആളുകൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവർ ഇങ്ങനെ നോക്കാതെ ആരെന്നറിയാത്ത അല്ലെങ്കിൽ പഴച്ച കക്ഷികളിൽ നിന്ന് കേൾക്കാനും വായിക്കാനും